പാട്ടായിട്ടാണ്, ഗീതമായിട്ടാണ് അവർ ആലപിച്ചിട്ടുള്ളത്. അതിനൊക്കെ ഓരോ രാഗങ്ങളുണ്ട്. നമുക്കറിയാം, ഓരോ രാഗത്തെ കുറിച്ച് സങ്കീർത്തനങ്ങളുടെയൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നശിപ്പിക്കരുത് എന്ന രാഗത്തിലും ഒരു സങ്കീർത്തനമുണ്ട്. നശിപ്പിക്കരുത് എന്ന രാഗത്തിലും ഒരു സങ്കീർത്തനമുണ്ട്. പാടുമ്പോൾ ആ രാഗമൊന്നും നമുക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഓരോ രാഗത്തിലുമാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതെ, എന്തിനാണ് ഈ സങ്കീർത്തനം ദൈവവചനത്തിൽ നൽകിയിരിക്കുന്നത്? എന്തിനാണ് നൽകിയിരിക്കുന്നത്? രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശത്തിനാണ് സങ്കീർത്തനങ്ങൾ ദൈവവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ദൈവജനത്തിന്റെ പ്രത്യാശ വർദ്ധിക്കണം. ദൈവജനത്തിന്റെ പ്രത്യാശ വർദ്ധിക്കണം. രണ്ട്, ദൈവജനത്തിന് ആശ്വാസം ഇതിൽ നിന്ന് പ്രാപിക്കണം. ദൈവജനത്തിന് ആശ്വാസം ഇതിൽ നിന്ന് പ്രാപിക്കണം. സ്തോത്രം. ഈ രണ്ട് പരമമായ ഉദ്ദേശമാണ് സങ്കീർത്തനങ്ങൾ പാടി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാണ്. നമ്മളൊക്കെ മാനസികമായിട്ടൊക്കെ വളരെ വിഷമിച്ച് ഭാരപ്പെട്ട്, അല്ലെ, ചില കുറ്റങ്ങളൊക്കെ ആരോപിക്കപ്പെട്ട്, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ മറ്റുള്ളവര് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുമ്പോൾ സത്യത്തിൽ ആരും പോയി യെഹെസ്കേൽ പ്രവചനം വായിച്ച് ആശ്വസിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിലെ ആ കലശങ്ങളെ കുറിച്ചൊക്കെ വായിച്ചപ്പോൾ എന്റെ പൊന്നു ബ്രദറെ, എനിക്ക് കുറെ ആശ്വാസം കിട്ടിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ ദാനിയേൽ പ്രവചനം വായിച്ചപ്പോഴാണ് എന്റെ ആ സങ്കടമൊക്കെ എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും വായിക്കേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. എന്നാൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി വായിക്കുന്നത്, തുറന്ന് വായിക്കുന്നത് ഈ സങ്കീർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും ബൈബിളിന്റെ മധ്യഭാഗം ചെവി പിടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? എപ്പോഴും ആ ഭാഗമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സങ്കീർത്തന ഭാഗങ്ങളാണ് നമുക്ക് ആശ്വാസം. 23-ാം സങ്കീർത്തനം, അല്ലെ, 90-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, അങ്ങനെ ഒരുപാട് സങ്കീർത്തനങ്ങൾ നമുക്ക് ആശ്വാസത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന സങ്കീർത്തനങ്ങളുണ്ട്. നമ്മുടെ ഭാരം ഒരു ഐസ് ഉരുകുന്നത് പോലെ ഉരുകി പോകുന്ന അനുഭവങ്ങൾ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവമക്കൾക്ക് ഏതൊരു കാലത്തിലും ആശ്വാസം നൽകുന്നത് ഈ സങ്കീർത്തനങ്ങളാണ്. എല്ലാ വചനവും ദൈവശ്വാസീയമാണ്. അത് ദൈവത്തിന്റെ മനുഷ്യൻ ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് സംസാരിച്ചതാണെങ്കിൽ പോലും ഏറിയ പങ്ക് ദൈവമക്കളും ആശ്വാസത്തിനും ധൈര്യത്തിനുമായിട്ട് വായിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. അതുകൊണ്ട് സങ്കീർത്തനം നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി ഞാൻ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ അതിന്റെ പഠനത്തോട് ബന്ധപ്പെട്ടൊന്ന് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കാം. ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയത് നമുക്കറിയാം, ദാവീദാണ് ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത്. ഏതാണ്ട് 73 സാംസ്, 73 സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ടു പുറകിൽ വരുന്നയാളാണ് ആസാഫ് ഏതാണ്ട് 12ഓളം സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. 12 സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അടുത്തത് ശലോമോൻ, ദാവീദിന്റെ മകനായ ശലോമോൻ 2 സങ്കീർത്തനമാണ് എഴുതിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നൊന്നും ഞാൻ ഇപ്പോൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങോട്ട് പോയ സമയം പോകും എന്നതുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞു പോവുകയാണ്. നിങ്ങളത് വീണ്ടും പഠനത്തിന് വേണ്ടി ഒന്ന് റെഫർ ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പിന്നീട് എഴുതിയത് മോശയാണ്. മോശ എഴുതിയത് ഒരു സങ്കീർത്തനമാണ്. അത് ഏതാണെന്ന് അറിയാമോ നമുക്ക്? ഏതാണ് മോശ എഴുതിയ സങ്കീർത്തനം? 90-ാം സങ്കീർത്തനം. വെരി ഗുഡ്. 90-ാം സങ്കീർത്തനം. തന്റെ സഹോദരനായ അഹരോന്റെ മരണത്തോട് ബന്ധപ്പെട്ട് പാടിയ സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. പിന്നീട് എഴുതിയിരിക്കുന്നത് ഏഥാൻ എന്ന് പറയുന്ന ഒരാള് ഒരു സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ഹേമാൻ എന്ന് പറയുന്ന ഒരാള് ഒരു സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. യസ്ര എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഒരു സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. നോക്കുക, 73 സങ്കീർത്തനങ്ങൾ ദാവീദ്, 12 സങ്കീർത്തനങ്ങൾ ആസാഫ്, 10 സങ്കീർത്തനങ്ങൾ കോരഹ് പുത്രന്മാർ, ശലോമോൻ 2 സങ്കീർത്തനങ്ങൾ, അതുപോലെ തന്നെ മോശ ഒരു സങ്കീർത്തനം, ഏഥാൻ ഒരു സങ്കീർത്തനം, ഹേമാൻ ഒരു സങ്കീർത്തനം, യസ്ര ഒരു സങ്കീർത്തനം. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്നവരെല്ലാം
ഓരോ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടവരുടെ പേര് പറയാത്ത സങ്കീർത്തനങ്ങളാണ്, പേരില്ലാത്ത സങ്കീർത്തനങ്ങളാണ്. ഏതാണ്ട് 49, അറൗണ്ട് 49ഓളം സങ്കീർത്തനങ്ങൾക്ക് എഴുതിയ ആളിന്റെ പേരില്ല. വേദപണ്ഡിതാക്കൾ പറയുന്നത് അതിൽ ഭൂരിഭാഗവും ദാവീദ് തന്നെയാണ് എഴുതിയിട്ടുള്ളതെന്നാണ്. കാരണം ചില സങ്കീർത്തനങ്ങളുടെ തുടർച്ചയാണ് അടുത്ത സങ്കീർത്തനങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സങ്കീർത്തനങ്ങളിൽ പല സങ്കീർത്തനങ്ങളും പേരില്ലെങ്കിൽ പോലും അതൊക്കെ ദാവീദ് എഴുതിയതാണ് എന്ന് പൊതുവെ ചിന്തിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുക. സങ്കീർത്തനങ്ങൾ എന്ന ആ വാക്കിന്റെ അർത്ഥം എബ്രായ ഭാഷയിൽ, സങ്കീർത്തനങ്ങൾ എന്ന ആ വാക്കിന് എബ്രായ ഭാഷയിൽ സ്തുതിപ്പ് എന്നാണ് വാക്കിന്റെ അർത്ഥം. സ്തുതിക്കുക, സ്തുതിപ്പുകളുടെ പുസ്തകം എന്നൊക്കെയാണ് അതിന് അർത്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്നതിന് ഇസ്രായേൽ മക്കൾ പാടിയ പാട്ടുകളാണ് ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. സന്തോഷത്തിന്റെ പാട്ടുകൾ, സങ്കടത്തിന്റെ പാട്ടുകൾ, ശത്രുവിന്റെ മധ്യത്തിൽ പാട്ടുകൾ പാടി, പ്രതികൂല സാഹചര്യത്തിൽ അവർ പാട്ടുകൾ പാടിയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എബ്രായ ഭാഷയിൽ സ്തുതിപ്പ് എന്നാണ് സങ്കീർത്തനങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞു, 90-ാം സങ്കീർത്തനത്തെ കുറിച്ച്. മോശ എഴുതിയ ഒരു സങ്കീർത്തനം, ഏറ്റവും പുരാതനമായ ഒരു സങ്കീർത്തനം, ഏറ്റവും പഴക്കമുള്ള ഒരു സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് 78-ാം സങ്കീർത്തനത്തിലേക്കാണ് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 78-ാം സങ്കീർത്തനം ഏതാണ്ട് 72ഓളം വാക്യങ്ങൾ ഈ 78-ാം സങ്കീർത്തനത്തിനുണ്ട്. 72 വാക്യം. അപ്പൊ ഇത് പറയുമ്പോ ചില ആളുകൾ ചിന്തിക്കേണ്ട പോലെ ഇന്ന് ഉറക്കവും ഉണ്ടാവില്ല, വീട്ടിലും പോകാൻ പറ്റൂല, ഇത് 72 വാക്യവും ഇന്ന് വിശദീകരിച്ചാൽ എപ്പോഴാ ഒന്ന് ഉറങ്ങാൻ പോവുക? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമുക്കൊരു സമയം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സമയത്ത് തന്നെ ക്ലാസ്സുകൾ അവസാനിക്കുന്നതാണ്. ദൈവം അനുവദിക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ തുടർന്ന് പഠിക്കുവാനായിട്ട് നമുക്ക് സമയം ദൈവാത്മാവ് നൽകട്ടെ. എന്നാൽ ഇവിടെ ഈ 78-ാം സങ്കീർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെയാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുവിശേഷ യോഗത്തിന് പ്രസംഗിച്ചതുപോലെയുള്ള ഒരു പ്രസംഗമല്ല, ഒരു ക്ലാസ് എന്ന നിലയിൽ നമുക്ക് ആ കാര്യങ്ങളെ ചിന്തിക്കാം. ആട്ടെ, 78-ാം സങ്കീർത്തനം ആരെഴുതിയതാന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ്. നിങ്ങൾ ആ സങ്കീർത്തനത്തിന്റെ ശീർഷകം നോക്കിക്കേ. ആസാഫിന്റെ സങ്കീർത്തനം എന്നല്ല, പിന്നെ ആസാഫിന്റെ ധ്യാനം എന്നാണ്. ധ്യാനം നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് വചനം ധ്യാനിക്കുക. എന്നെടുക്കുക, ധ്യാനിക്കുക, വചനം ധ്യാനിക്കുക. പലരും വചനം ധ്യാനിച്ച് ഉറങ്ങി വീഴുന്നവരുമുണ്ട്. വചനം ധ്യാനിക്കുക എന്ന് നമ്മൾ പറയുന്നത്, വചനം ധ്യാനിക്കുക. ധ്യാനം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്ക് നമുക്കറിയാം, മെഡിറ്റേഷൻ എന്ന വാക്കാണ്. മെഡിറ്റേഷൻ അല്ലെ, മെഡിറ്റേറ്റ് ചെയ്യുക. അതെ, ഞാൻ പറയട്ടെ, ഈ മെഡിറ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ധ്യാനിക്കുക എന്ന്. അതല്ലേ ബ്രദറെ ഇപ്പൊ പറഞ്ഞത്? ധ്യാനിക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനിക്കുക. എന്നാൽ നമ്മളൊക്കെ ധ്യാനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നത് ശരിക്കും ഒരു ധ്യാനമാണോ എന്നുള്ളത് ഈ മെഡിറ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കാം. എന്താണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശാന്തമായി ഇരുന്ന് ഇര പിടിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇര പിടിക്കുക, നിശബ്ദമായി ഇരുന്ന് ഇര പിടിക്കുക എന്നതാണ് മെഡിറ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പൂച്ച, ആ പൂച്ചയുടെ മുമ്പിൽ ഒരു എലിയെ കണ്ടാൽ അങ്ങോട്ട് ബഹളം വെച്ച് ഒച്ചപ്പാടും വെച്ച് ആ വാതിലൊക്കെ ഇടിച്ച് പൊളിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കിയല്ല പൂച്ച എലിയെ പിടിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ച എലിയെ പിടിക്കുന്നത് പൂച്ച പമ്മിയിരിക്കും, നിശബ്ദമായിട്ടിരിക്കും. ആ ക്യാറ്റ് വാക്ക് ഒക്കെ നമുക്കറിയാം. പൂച്ച നടക്കുന്നത് എത്ര പതുക്കെ നടക്കുന്നത്. ഒരു നായക്കുട്ടി നടക്കുന്നത് പോലെയല്ല പൂച്ച നടക്കുന്നത്, അത് മെല്ലെ മെല്ലെ അല്ലെ. അതിനോടാണ് ഈ ക്യാറ്റ് വാക്ക് എന്നൊക്കെ പറയും, പൂച്ച നടക്കുക.
ഒരു പൂച്ച ശാന്തമായിരുന്ന് നിശബ്ദമായിരുന്ന് തന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ ഇരയെ അതിനെ പിടിക്കുവാനുള്ള തന്ത്രം മെനഞ്ഞ് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താണ് ആ പൂച്ച ഇരിക്കുന്നത്. വേറെ ഒന്നും ആ പൂച്ചയ്ക്ക് നോക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അതിന്റെ മുമ്പിൽ വിലപ്പെട്ട ഒരു വലിയ നിധി പോലെ ആ പൂച്ച കാണുന്ന ഒരു വസ്തു അതിന്റെ മുമ്പിലുണ്ട്. അതിനെ പിടിക്കണം. ആ പിടിക്കുന്ന കാര്യത്തിലാണ് അതിന്റെ ശ്രദ്ധ. ചുറ്റുപാട് നടക്കുന്നത് ഒന്നും അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മളൊക്കെ രാത്രിയിൽ സന്ധ്യയ്ക്കൊക്കെ വീട്ടിൽ പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വരും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ബൈബിൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫോൺ എടുക്കും. എന്നാടി വിശേഷം? അവിടെ എന്നാ ഉണ്ട്? ഇവിടെ മഴയായിരുന്നു. അവിടെ മഴയുണ്ടോ? എടി ഞങ്ങളെ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിച്ചോണ്ടിരിക്കുക കേട്ടോ, കുറെ കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുക. നമ്മൾ എന്നെ പിടിക്കുവാണോ? നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുവാണോ? നമ്മൾ പറയുന്നത് എന്തുവാ? ഞാൻ ഇന്ന് വചനം ധ്യാനിക്കുക. എനിക്കറിയാം, ഞാനൊരു സ്ഥലത്തൊരു ക്ലാസ്സിനായിട്ട് പോയി. സ്ഥലം പറയുന്നില്ല കേട്ടോ, ഞങ്ങളുടെ ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. അപ്പോ ഞങ്ങള് എല്ലാവരും നിന്നൊന്ന് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വേണം മീറ്റിംഗ് കൂടെ. അപ്പോ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദേവദാസനെ വിളിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്തു, മൊബൈൽ അടിച്ചു. എന്റെ പ്രിയമുള്ള ഒരു അക്ഷരാർത്ഥത്തിൽ എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാര്യം പറയുന്നത്, അദ്ദേഹം ആ ഫോൺ എടുത്ത് സംസാരിച്ചിട്ട് അവരോട് പറയാണ്, സോറി, ഞങ്ങളോട് ആദ്യം പറഞ്ഞു, സോറി കേട്ടോ, ഒരു കോള് വന്നു, ഞാൻ ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കോൾ എടുത്ത് സംസാരിച്ചിട്ട് ഫോൺ വീണ്ടും പോക്കറ്റിൽ വെച്ചിട്ട് ഇനി വീണ്ടും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുവാണോ? നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുവാണോ? നമ്മൾ എവിടെ ഇരിക്കുന്നത്? നമ്മൾ രാജാവിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അത് വീട്ടിലായാലും ചർച്ചിലാണെങ്കിലും സ്ട്രീറ്റിലാണെങ്കിലും എവിടെയായാലും നമ്മൾ രാജാവിന്റെ അടുക്കലാണ്. ചില ആളുകള് സെറ്റിയിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ കാലങ്ങോട്ട് ആ സെറ്റിയിലേക്ക് കയറ്റി ചമ്പളം വെച്ച് ഇരിക്കുക. ആരുടെ മുമ്പിൽ ഇരിക്കുന്നത്? നമ്മൾ മഹാരാജാവിന്റെ മുമ്പിലാണ്. മഹാരാജാവിന്റെ മുമ്പിലാണ്. സ്ത്രീകൾ തലയിൽ തുണിയിടാതിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുണ്ട്, പാടുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു, വളരെ നല്ല കാര്യം. പല സ്ഥലങ്ങളിലും തലയിൽ മുണ്ടിടാതെ അല്ലെങ്കിൽ തുണിയിടാതെ തല മൂടാതെ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു, ആ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ പറയട്ടെ, നമ്മൾ എവിടെയാ നിൽക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാ? നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നോക്കുക. യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായം ഒന്നെടുത്ത് അവിടെ ഒരു വലിയ സാന്നിധ്യത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത്, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ശ്രദ്ധിക്കണേ, കർത്താവിന്റെ പ്രസൻസ്, കർത്താവിന്റെ സാന്നിധ്യമുള്ള ആ സ്ഥലത്ത് കർത്താവ് എങ്ങനെയായിരുന്നു? അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ, വസ്ത്രത്തിന്റെ അഗ്രഭാഗം എന്ത് ചെയ്തു? മന്ദിരത്തെ നിറച്ചിരുന്നു. ആ സാന്നിധ്യത്തിൽ നിൽക്കുന്ന സാറാഫുകൾ അവന്റെ ചുറ്റും നിന്ന് ഓരോരുത്തൻ അവരുടെ രണ്ടുകൊണ്ട് അവരവരുടെ പാദങ്ങളെ മുഖം മൂടി, രണ്ടുകൊണ്ട് അവരുടെ കാലുകൾ മൂടി, രണ്ടുകൊണ്ട് അവർ പറന്നു, രണ്ടുകൊണ്ട് എന്ത് ചെയ്തു? രണ്ടുകൊണ്ട് അവരുടെ ചിറകുകൾ വിരിച്ച് അവർ മുഖം മൂടി, അവരുടെ കാലുകൾ മൂടി, അവർ പറന്നു നിൽക്കുകയാണ്. അവര് മുഖം മൂടി നിൽക്കുകയാണ് സാറാഫുകൾ. എന്താ കാര്യം? നിൽക്കുന്നത് ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഷഖേന ഇറങ്ങി നിൽക്കുന്ന അതിപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സാറാഫുകൾ നിൽക്കുമ്പോൾ അവർക്ക് ആ മുഖം പോലും ഒന്ന് നോക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഉജ്ജ്വലമായിരിക്കുന്ന തേജസ്സുള്ള ആ മുഖത്തെ ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. രണ്ടുകൊണ്ട് അവരുടെ പാദങ്ങൾ മൂടി. പാപമുള്ള അശുദ്ധിയുള്ള ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ എത്ര ബഹുമാനത്തോടെ ആയിരിക്കണം കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുന്നത്. അവർ രണ്ടുകൊണ്ട് പറന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ ഇരിക്കുന്നത്? നമ്മുടെ നിത്യം എങ്ങനെയാ? നമ്മുടെ നോട്ടം എങ്ങനെയാ? നമ്മുടെ
നമ്മുടെ വസ്ത്രധാരണം എങ്ങനെയാ, നമ്മുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാ, നമ്മൾ വാസ്തവത്തിൽ ഈ ദൈവത്തിന്റെ ശഖേന, ഈ ദൈവത്തിന്റെ മഹത്വം വേണ്ടും വിധത്തിൽ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. ജാതികൾ ഇതിനേക്കാളും ഭയം ജാതികൾക്കുണ്ട്. സത്യം. ജാതികൾക്ക്, രക്ഷിക്കപ്പെടാത്തവർക്ക് ഈശോ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് പേടിയാ. നമുക്കൊരു വല്യപ്പച്ചന്റെ കണക്കാ, ഞങ്ങളുടെ വല്യപ്പൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പച്ചൻ, അത്രയേ ഉള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു ബഹുമാനം ദൈവത്തോട് ആവശ്യമുണ്ട്. എന്റെ മനസ്സിൽ ഒരുപാട് വാക്യങ്ങൾ വരുന്നുണ്ട്. മലാക്കി പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്. പ്രവാചകനോട് ദൈവം, അല്ലെങ്കിൽ ദൈവം പറയുന്ന ഒരു വാക്ക് പ്രവാചകനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അപ്പനെങ്കിൽ നിങ്ങളുടെ ബഹുമാനം എവിടെ? ഞാനാണ് നിങ്ങളുടെ അപ്പനെങ്കിൽ, ഞാനാണ് നിങ്ങളുടെ സൃഷ്ടിതാവെങ്കിൽ നിങ്ങൾ എന്നെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഒരു 5000 രൂപ കൊടുത്തോ, അല്ലെങ്കിൽ 1 സെന്റ് സ്ഥലം സഭാഹോളിന് 10 സെന്റ് സ്ഥലം കൊടുത്തോ, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നാം എങ്ങനെയാണ് ദൈവത്തെ ബഹുമാനിക്കുന്നത്? എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? തന്റെ വചനപ്രകാരം അതിനെ കാത്തു സൂക്ഷിച്ച് അതിനെ അനുസരിച്ചു കൊണ്ടുവേണം നാം കർത്താവിനെ ബഹുമാനിക്കുവാൻ. ഞാൻ നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ബഹുമാനമില്ല. കാരണം എന്താ? നിങ്ങൾ മുടന്തുള്ളതിനെ, കാലൊടിഞ്ഞതിനെ, കണ്ണ് കാണാത്തതിനെ, ചെവി കേൾക്കാത്തതിനെ ഒക്കെ എനിക്ക് യാഗമർപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുകയാണ്, അപ്പോ ഞങ്ങൾക്ക് നിന്നോട് ബഹുമാനമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ദൈവമക്കളെ, നമ്മൾ എത്രത്തോളം പുറകിലേക്ക് പോകുന്നു എന്നുള്ളത് ചിന്തിക്കണം. യെശയ്യാവ് പറയുന്നു, അവൻ പരിശുദ്ധനാണ്. വെളിപ്പാട് പുസ്തകത്തിലും അവിടെ പറയുന്നുണ്ട്, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊടുത്ത് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ നീ വിലയ്ക്ക് വാങ്ങി, നീ പരിശുദ്ധനായ ദൈവമാണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും എവിടെയാണ് വന്നിരിക്കുന്നത്? ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിലാണ്. നിങ്ങളുടെ വീടിന്റെ മുറിയിലാണ്, നിങ്ങളുടെ ഹാളിലാണ്, നിങ്ങളുടെ എന്താ പറയുന്നത്, ഡൈനിങ് ടേബിളിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കണം, പരിശുദ്ധനായ ദൈവത്തിന്റെ പ്രസൻസ് നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവന്റെ തേജസ് അവിടെയുണ്ട്. അതുകൊണ്ട് നാം എവിടെ ഇരുന്നാലും ആ ഒരു വലിയ ഭയബോധ്യത്തോടുകൂടെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കണം. ഞാൻ മടങ്ങി വരട്ടെ. 78 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലാണ് നമ്മൾ വരുന്നത്. പക്ഷെ അതിന് മുൻപ് അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് ആസാഫിന്റെ ധ്യാനം. എന്താ ധ്യാനം എന്ന് പറഞ്ഞാൽ? ഇര പിടിക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞു, പൂച്ച ഒരു എന്താ പറയുന്നത്, ഭക്ഷണത്തിനു വേണ്ടി തന്റെ മുന്നിൽ വരുന്ന ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ ജീവിയെ എങ്ങനെയാണോ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനെ പിടിക്കുന്നത്, ഇതുപോലെ ഈ ദൈവവചനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സൂക്ഷ്മതയോടെ വായിക്കാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, അനേകർക്ക് തെറ്റുകൾ പറ്റുന്നത് അവര് വിശ്വാസത്തിലൊക്കെ വീണു പോകാൻ കാരണം ഈ വചനത്തെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പരിജ്ഞാനമില്ലാകിയാൽ ഈ ജനം നശിച്ചു പോകുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് 78-ാം സങ്കീർത്തനത്തെ കുറിച്ച് എത്ര നേരം നിന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. വീട്ടിൽ അത് നിങ്ങൾ പരിശോധിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു സഭയെക്കുറിച്ച് വായിക്കുന്നു. മക്കദോന്യ സഭയേക്കാൾ ബെരോവയിലെ വിശ്വാസികൾ ഉത്തമന്മാരായിരുന്നു. അവർ ഉത്തമന്മാർ. തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാരെക്കാൾ ഇവർ ബെരോവയിലെ വിശ്വാസികൾ ഉത്തമന്മാരായിരുന്നു. പണത്തിന്റെ കാര്യത്തിലല്ല, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലല്ല, നിറത്തിന്റെ കാര്യത്തിലല്ല, വീടിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിലല്ല, ബിസിനസിന്റെ കാര്യത്തിലല്ല അവര് ഉത്തമന്മാരായത്. പിന്നെ ഏതിന്റെ കാര്യത്തിലാ പറഞ്ഞേ? ഈ ബെരോവിലെ വിശ്വാസികൾ ഏതിന്റെ കാര്യത്തിലായിരുന്നു ഉത്തമന്മാരായിരുന്നത്? വചനം ഇങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്ന കാര്യത്തിൽ അവർ ഉത്തമന്മാരായിരുന്നു. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, പൗലോസ് പ്രസംഗിച്ചത് പോലും അവര് പരിശോധിച്ചു. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച കാര്യം പരിശോധിക്കേണ്ട കാര്യം ഉണ്ടോ? നമ്മൾ ചിന്തിക്കുക. പൗലോസ് പ്രസംഗിച്ചത് അത് തെറ്റിപ്പോകുമോ? പൗലോസിന് തെറ്റ് പറ്റുമോ? പക്ഷെ ബെരോവയിലെ വിശ്വാസികൾ പറയുകയാണ്, പൗലോസ് പ്രസംഗിച്ചാൽ പോലും
ഞങ്ങൾ അത് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? പരിശോധിക്കും. എനിക്കറിയാം ഈ ചില സ്ഥലത്തൊക്കെ യോഗത്തിനായാലും ബൈബിൾ എല്ലാ ആളുകളെല്ലാം ഇത് കുറിച്ചെടുക്കുക വാക്യങ്ങളൊക്കെ കുറിക്കും, നോട്ടുകളൊക്കെ കുറിക്കാറുണ്ട്. എന്നാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ ക്ലാസ് ഒന്ന് എടുക്കാൻ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് ഇവര് വേറെ പുതിയ ബുക്കുമായിട്ടായിരിക്കും വരുന്നത്. പഴയത് എവിടെ വെച്ചെന്നൊക്കെ മറന്നുപോകും. പിന്നെ എടുത്തോണ്ട് വരുന്നത് പുതിയ ഡയറിയാണ്. പഴയ ഈ നേരത്തെ എഴുതിയ നോട്ട് എഴുതിയ ഡയറി എവിടെയോ കിടപ്പുണ്ട്. അതൊന്നും നോക്കി പിന്നെ കണ്ടുപിടി. ഇത് ഇന്ന് കൊണ്ടുപോയിട്ട് അവിടോട്ടങ്ങ് വെക്കത്തേ ഉള്ളൂ, പിന്നെ അത് നോക്കത്തേ ഇല്ല. പിന്നെ അതിന് 2-3 ആഴ്ച കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു ക്ലാസ് വരുമ്പോ അയ്യോ ആ ദേവദാസൻ പറഞ്ഞ നോട്ട് എവിടെയാടി എന്ന് ചോദിച്ചു പിന്നെ നടക്കുന്നതല്ലാതെ പിന്നെ അത് നോക്കത്തില്ല. എന്റെ പ്രിയമുള്ളവരെ, ബെരോവയിലെ വിശ്വാസികളെ പോലെ വചനം അങ്ങനെ തന്നെയോ. ആര് പ്രസംഗിച്ചാലും, എത്ര പ്രഗത്ഭന്മാരായ ദൈവദാസന്മാർ പ്രസംഗിച്ചാലും, എത്ര ഡിഗ്രി ഉള്ളവർ പ്രസംഗിച്ചാലും, എത്ര ഡോക്ടറേറ്റ് ഉള്ളവർ പ്രസംഗിച്ചാലും, ദൈവവചനം അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിച്ച് അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധാത്മാവിനാലാണ് ഈ ശുശ്രൂഷ നടക്കുന്നതെന്ന്, ഇത് ദൈവത്തിന്റെ ആലോചനയാണെന്ന് ദൈവം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ ആ വചനം പരിശോധിക്കുമ്പോഴാണ്. അപ്പോ കേൾക്കുന്നത് മാത്രം പോരാ, കേട്ടാൽ മാത്രം പോരാ, അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുവാൻ ഇടയാണ്. ആ പരിശോധനയുടെ കാര്യമാണ് ദൈവവചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞു. ആസാഫിന്റെ ധ്യാനം. അതെ, 1-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. 78-ാം സങ്കീർത്തനം 1-ാം വാക്യം. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്ക്കും. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കണം. ആസാഫ് ആരാണ് എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന്റെ മധ്യത്തിൽ പ്രത്യേകിച്ച് സമാഗമന കൂടാരത്തോടൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഗായക സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ആസാഫ്. ഗായക സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ഈ ആസാഫ് എന്ന് പറയുന്ന ആള്. ആസാഫ് മരിച്ചതിന് ശേഷം ആസാഫിന്റെ മക്കളാണ് പിന്നീട് ആ ശുശ്രൂഷയിലേക്കൊക്കെ വരുന്നത്. അതൊക്കെ പറഞ്ഞു പോകാൻ ഒത്തിരി ഉണ്ട്. ആസാഫ് നല്ലൊരു ശുശ്രൂഷകനായിരുന്നു, ഗായകനായിരുന്നു. ആ ശുശ്രൂഷ ആസാഫ് വളരെ കൃത്യതയോടെ ചെയ്തു. ദൈവദാസന്മാരും ദാസിമാരും ഒക്കെയാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. ദൈവമക്കളായിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ, ഞാൻ പ്രാർത്ഥിക്കുവാണല്ലോ, അതിന് വലിയ ഗൗരവമൊന്നുമില്ലല്ലോ എന്നൊരിക്കലും ചിന്തിക്കരുത്. സഭാഹോൾ അടിച്ചുവാരി പായിടുന്നതാണല്ലോ ഞാൻ ചെയ്യുന്നത്, അതിപ്പോ എന്നാ വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. കസേര തുടച്ച് ഇടുന്നത് ഞാനാണ്, അപ്പൊ ഓണം തുടച്ചില്ലല്ലോ എന്നാ കുഴപ്പം. ചെയ്യുന്ന ശുശ്രൂഷയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ലാഘവത്തോടെ ചെയ്യരുത്. നിങ്ങൾക്കൊരു മെസ്സേജ് നാളെ കൊടുക്കാനുണ്ടെങ്കിൽ, 1 മണിക്കൂറത്തെ മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ 5 മണിക്കൂറെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. ദൈവദാസന്മാർ, പ്രസംഗകരായിരിക്കുന്ന ദൈവദാസന്മാരൊക്കെ അവരൊക്കെ 1/2 മണിക്കൂറോ 40 മിനിറ്റോ ഒക്കെ പ്രസംഗിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ 2 മണിക്കൂറോ ഒക്കെ ഇരുന്നിട്ടാണ് അവര് വന്ന് പ്രസംഗിക്കുന്നത്. ഇത് ബുദ്ധിയിൽ നിന്ന് പറയേണ്ട ഒരു ശുശ്രൂഷയല്ല, ബുദ്ധിയുടെ ശുശ്രൂഷയല്ല. ഇന്ന് എനിക്കറിയാം, ഇന്ന് ഞാൻ എന്റെ പഴയ ഒരു സ്റ്റൈലിലല്ല പോകുന്നത്, എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ബുദ്ധിയുടെ ശുശ്രൂഷയല്ല. ജഡത്തെ ഉയർത്താനല്ല ശുശ്രൂഷ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയും ചെയ്യരുത്. ആ പാസ്റ്റർ വന്ന് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യണം, ഷാജി പാസ്റ്റർ എന്നെ അപ്രിഷിയേറ്റ് ചെയ്യണം, കൊള്ളായിരുന്നു സഹോദരി, ലീഡിങ് കൊള്ളായിരുന്നു, എന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യണം. അതിന് ഇന്ന് എന്തൊക്കെ വാക്കുകൾ പറയണം, എന്തൊക്കെ പ്രാസങ്ങൾ പറയണം, അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. നോ. അല്ലെങ്കിൽ മറ്റു ദൈവമക്കളൊക്കെ എന്നെ പിന്നീട് വിളിച്ചിട്ട് പറയണ, സിസ്റ്ററെ കൊള്ളായിരുന്നു കേട്ടോ, ആ പാട്ട് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ബ്രദറെ ആ ശുശ്രൂഷ നന്നായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് പറയിപ്പിക്കാനല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. സ്വർഗമാണ് നമ്മുടെ ശുശ്രൂഷയ്ക്ക് വിലയിടുന്നത്. സ്വർഗമാ വിലയിടുന്നത്. നിങ്ങൾ എത്ര മണിക്കൂർ പ്രസംഗിച്ചു എന്നല്ല ദൈവം നോക്കുന്നത്, നിങ്ങൾ എങ്ങനെ, എന്ത് മനോഭാവത്തിൽ പ്രസംഗിച്ചു എന്നാണ്.
നിങ്ങൾ എങ്ങനെ പാടി എന്നല്ല ദൈവം നോക്കുന്നത്, നിങ്ങൾ ഏത് മനോഭാവത്തിൽ പാടി എന്നാ ദൈവം നോക്കുന്നത്. നിങ്ങൾ എത്ര രൂപ കൊടുത്തു എന്നല്ല, നിങ്ങൾ എത്ര ദശാംശം കൊടുത്തു എന്നല്ല, നിങ്ങളുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡാണ് ദൈവത്തിന് ആവശ്യം. മനോഭാവം. നമ്മൾ ചെയ്യുന്ന, ഞാനതാ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ, പ്രസംഗമാകട്ടെ, അത് പാട്ടാകട്ടെ, അത് സ്തോത്രം ചെയ്യലാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, എന്തുമാകട്ടെ, ആ മനോഭാവം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം. ഞാന് ഈ 78-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയുള്ള കാട് വെട്ടിത്തെളിച്ച് പോകുന്ന പോക്കായത് കേട്ടോ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം ഒന്ന് നോക്കിക്കേ. അവിടെ ഒരു വാക്യം ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം. അതിലൊന്ന് വായിച്ചേ. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ക്രിസ്തുവേശുവിന്റെ ഭാവം? ആ ഭാവം എന്നുള്ളതിന് ഇംഗ്ലീഷിലാണ് അതിന്റെ കറക്റ്റ് പരിഭാഷ വരുന്നത്, മൈൻഡ്, മനസ്സെന്നാണ്. ക്രിസ്തുവേശുവിന്റെ മനസ്സ്. പത്രോസിന്റെ ലേഖനത്തിലും ആ പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് തന്നെയാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവേശുവിന്റെ ഭാവം, ക്രിസ്തുവേശുവിന്റെ മനസ്സ് നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. അവിടെ പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം, 2 പത്രോസ് 1-ാം അധ്യായത്തിൽ ആ വാക്ക് വരുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 4-ാം വാക്യത്തിന്റെ അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാകുക. ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവം. ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ്. എന്താണ് ക്രിസ്തുവിന്റെ മനസ്സ്? കർത്താവിന്റെ മനസ്സ് എന്താണ്? കർത്താവ് ഒരിക്കലും തന്നെ പുകഴ്ത്താനായിട്ടൊന്നും ചെയ്തില്ല. ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യന് സൗഖ്യം കൊടുത്തിട്ട് അവനോട് കർത്താവ് പറഞ്ഞു, ഇതാരോടും നീ പറയരുത്. കർത്താവ് ഒരിക്കലും പരസ്യത്തിനായിട്ടൊന്നും ചെയ്തില്ല. പരസ്യത്തിനായിട്ട് കർത്താവ് ഒന്നും ചെയ്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, വചനം പഠിക്കണം. കർത്താവിന്റെ പരീക്ഷണങ്ങൾ നിങ്ങൾ വായിച്ചാൽ, മർക്കോസിലും ലൂക്കോസിലും ഒക്കെ കർത്താവിന്റെ പരീക്ഷ, പിശാചിന്റെ അടുക്കൽ പിശാച് കർത്താവിന്റെ അടുക്കൽ വരുന്നതും കർത്താവിനെ പരീക്ഷിക്കുന്നതുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവിന്റെ പരീക്ഷയെ കുറിച്ച് വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. ലൂക്കോസ് 4:1. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിനെ പിശാച് പരീക്ഷിച്ചത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, 40 ദിവസം ഉപവസിച്ച് വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന കർത്താവിന്റെ അടുക്കൽ വന്നിച്ച് പിശാച് പറഞ്ഞു, ഈ കല്ലിനോട് അപ്പമാകുക എന്ന് നീ പറയാൻ പറഞ്ഞു. നമ്മളായിരുന്നെങ്കിലോ കേൾക്കേണ്ട താമസം ഇല്ലയോ? ഒന്നല്ല, ഒരു 10 അപ്പം പിശാചിനെ കാണിച്ച് അവന് ഓടിച്ചാണ്. കർത്താവ് വിശന്നിരിക്കുമ്പോൾ ആ കല്ലെടുത്തിട്ട് അപ്പമാക്കാൻ പറയുമ്പോൾ കർത്താവിന് അത് ചെയ്താൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? വിജയ്, എന്തെങ്കിലും നഷ്ടം കർത്താവിനുണ്ടോ? ലാഭമല്ലാതെ. എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളല്ലേ? പ്രസംഗമല്ല, ക്ലാസ്സാണ്. കർത്താവിന് ഈ കല്ലെടുത്ത് അപ്പമാക്കിയാൽ കർത്താവിന് ഒരു നഷ്ടവുമില്ല, ലാഭമേ ഉള്ളൂ. കാരണം അവനെ വിശപ്പ് മാറും. ഇന്ന് പല ആളുകളും വീട് പോകുന്നത് ഇവിടെയാണ്. എവിടെ? പിശാചിന്റെ മുമ്പിലാണ്. പിശാചിന്റെ മുമ്പിലാണ്. പിശാച് എന്നതേലും പറയും, അത് ചാടിക്കേറി അങ്ങ് ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ അവനെ
പിശാചിനെ ജയിച്ചു എന്ന്. വെറുതെ പിശാച് നമ്മളെ ജയിച്ചു. എന്തുകൊണ്ടാണ് കർത്താവ് ആ കല്ലിനെ അപ്പമാക്കി തീർക്കാതിരുന്നത്? അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. നോക്കണേ, അടുത്തത് കർത്താവിനെ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി, ഒരു കുന്നിന്റെ പുറത്ത് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. നിങ്ങളത് ശ്രദ്ധിക്കണേ. കർത്താവിന്റെ മനുഷ്യത്വത്തിൽ കർത്താവോട് നിൽക്കുമ്പോൾ വേറെ ആരും അവിടെ ഇല്ല. കർത്താവിന്റെ ശിഷ്യന്മാരില്ല, അല്ലെങ്കിൽ കർത്താവിന്റെ അപ്പനില്ല, കർത്താവിന്റെ അമ്മയില്ല, സഹോദരന്മാരിൽ ആരുമില്ല. ആര് മാത്രമേ ഉള്ളൂ ഇപ്പോ? പിശാചും കർത്താവും മാത്രമേ ഉള്ളൂ. ഒന്ന് കുമ്പിട്ട, ഒന്ന് വണങ്ങിയ, പിശാച് പറയുന്നതുപോലെ കർത്താവ് ഒന്ന് ചെയ്തിരുന്നെങ്കിൽ. മൂന്നാമത്തേത്, ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് അത് വിട്ടിട്ട് പോകട്ടോ. മൂന്നാമത്തേത്, ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി, എന്നിട്ട് പറഞ്ഞു, താഴോട്ട് ചാട്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കാമെന്ന് ദൂതന്മാര് നിന്നെ കാവൽ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വചനത്തിലുണ്ടല്ലോ. ആരാ ഇത് പറഞ്ഞത്? വചനമെടുത്ത് പറഞ്ഞത് ആരാണ്? ഈ വാക്യം കർത്താവിനോട് പറഞ്ഞത് ആരാണ്? പിശാച. പിശാചിന് നമ്മളെക്കാൾ ഏറെ വാക്യങ്ങളും കുറുവാക്യങ്ങളും അറിയാം. പിശാചാണ് കർത്താവിനോട് പറഞ്ഞത്, നീ താഴോട്ട് ചാടിയാൽ നിന്നെ ദൂതന്മാർ കൈകളെ കൊണ്ടു നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് ചാടാൻ പാടില്ലേ. ഇത് ചാടിയാൽ താഴെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരോ ഒക്കെ കർത്താവിനെ അതിശയത്തോടെ നോക്കും. ഓ, ദേവാലയത്തിന് മോള് താഴോട്ട് ചാടിയാ, ഒന്നും പറ്റിയിട്ടില്ലല്ലോ, ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ. കർത്താവിനെ അവിടെയുള്ള ആളുകൾ പുകഴ്ത്താൻ, പ്രശംസിക്കാൻ വേറെ എന്താ ആവശ്യം? ഞാനതാ പറഞ്ഞു വന്നത്, കർത്താവ് ഒരിക്കലും ഭൂമിയിലായിരുന്ന സമയത്ത് തന്റെ ശുശ്രൂഷാ വേളകളിൽ സ്നാനം കഴിഞ്ഞ് മുന്നോട്ട് തന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവ് ഒരു കാര്യം പോലും കർത്താവിന്റെ പ്രശംസയ്ക്കോ കർത്താവിന് കൈയ്യടി കിട്ടാനോ കർത്താവിന് ലാഭം വരുന്നതായിട്ടോ ഒന്നും ചെയ്തില്ല. കർത്താവിന്റെ മനോഭാവം അതായിരുന്നു. കർത്താവിന്റെ മനോഭാവം. കർത്താവ് പറഞ്ഞത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. ആ 17-ാം അധ്യായത്തിൽ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി കേട്ടോ. 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പിതാവേ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ ജീവിച്ച കാലത്ത് തന്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷത്തെ കാലഘട്ടത്തിന്റെ ഇടയിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തതൊന്നും എന്റെ മഹത്വത്തിനല്ല, എന്റെ പേരിനല്ല, എന്റെ പ്രശംസയ്ക്കല്ല, എന്റെ ലാഭത്തിനല്ല. ഞാൻ ചെയ്തതെല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടിയാണ് ചെയ്തത്. ഇനി ഊഷിക്കിടക്കുമ്പോഴും മരിക്കുമ്പോഴും കർത്താവ് പറഞ്ഞു, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിലേക്ക് തരികയാണ്. ഇന്ന് രാത്രി ഒരു സത്യം മനസ്സിലാക്കണം. കർത്താവ് ജീവിച്ചപ്പോഴും കർത്താവ് മരിച്ചപ്പോഴും കർത്താവിന്റെ ആഗ്രഹം പിതാവ് മഹത്വപ്പെടണം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മനോഭാവം എന്താ? എന്റെ പേര് വലുതാകണം, എന്നെ ആളുകൾ ബഹുമാനിക്കണം, എന്നെ ആളുകൾ പ്രശംസിക്കണം, അല്ലെ? ചില ആളുകളൊക്കെ പ്രസംഗിക്കാനൊക്കെ വരുമ്പോ അവരെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഭയങ്കര സന്തോഷമുള്ളവരുമുണ്ട്. അതൊന്ന് കേൾക്കാൻ വലിയ ആഗ്രഹമുള്ളവരുണ്ട്. ഓ, എന്റെ പ്രിയമുള്ളവർ, അതൊന്നും ഒരു ആത്മീക ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതൊരു ആത്മീയന്റെ ചിന്തയുമല്ല, അത് ജഡത്തിന്റെ ചിന്തയാണ്. അത് ജഡീകമായ ചിന്തയാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഒന്ന് പറഞ്ഞ ആരെങ്കിലും ആ വാക്ക്? കർത്താവും യോഹന്നാനും തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇത് പറയാതിരിക്കാറില്ല. എന്താണ് യോഹന്നാൻ പറഞ്ഞത്? സ്നാപക യോഹന്നാൻ പറഞ്ഞത്, ഒന്നും പറഞ്ഞില്ലയോ? സ്നാപക യോഹന്നാൻ പറഞ്ഞ ഒരു കാര്യം,
കുറയണം വളരണം എന്നൊക്കെ പറഞ്ഞില്ലയോ? ഞാനോ സ്നാപയോഹനൻ പറഞ്ഞ വാക്കെന്താണ്? ഞാനോ കുറയണം അവനോ? അതൊന്ന് അൺമ്യൂട്ട് ആക്കിയിട്ടൊന്ന് പറഞ്ഞ സഹോദരി. കേൾക്കത്തില്ല. ഞാനോ കുറയണം അവനോ വളരണോ എന്ന് നമ്മളൊക്കെ പറയുന്നേ. അത് തെറ്റാ. ഞാനോ കുറയണം ക്രിസ്തുവിനിൽ അവൻ വളരണം, ഞാൻ കുറയണം. ഞാൻ പറയാൻ വന്നതെന്നറിയാമോ? പല ആളുകളും ഈ വാക്യം പറയുമ്പോ ഇങ്ങനെ പറയാറുണ്ട്, സ്നാപകയോഹന്നാൻ പറഞ്ഞു ഞാൻ കുറയണം അവൻ വളരണം. അതിൻ്റെ അകത്തും ആദ്യം വന്നതാരാ? ഞാൻ. ആ വാക്യം അങ്ങനെയല്ല. അവനോ വളരണം ഞാനോ ഞാൻ രണ്ടാമതാ. എന്റെ പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളും ഞാനും കർത്താവിനെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ പുറകിൽ നിന്ന കർത്താവ് നമ്മളെ ഉയർത്തും. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കണം. എത്ര നേരം ഇരിക്കണം? അവൻ ഉയർത്തുന്ന സമയം വരെ. നമുക്ക് ആ ഉയർത്തുന്ന സമയം വരെയും വെയിറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ നേരത്തെ ഒന്ന് എഴുന്നേക്കാനും നേരത്തെ വലിയൊരാളാകാനുള്ള ശ്രമം നമ്മൾ നടത്തുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കർത്താവിന് നമ്മളെ വേണ്ടും വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരും. നമ്മൾ താണി കർത്താവിന്റെ കരത്തിൽ. നിങ്ങൾക്ക് കൃപയും കൃപാവരവും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ കൃപയും കൃപാവരവും എവിടെ ഉപയോഗിക്കണമെന്ന് കർത്താവിനറിയാം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കണം. ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് തന്നെ ഞാനൊരു വാക്ക് പറയാം. താൻ ഇസ്രായേലിന് തന്നെ താൻ കാണിക്കുന്നത് വരെ എവിടെയായിരുന്നു? മരുഭൂമിയിൽ ആയിരുന്നു. ഇസ്രായേലിന് തന്നെ താൻ കാണിക്കുന്നത് വരെ ഈ സ്നാപക യോഹന്നാൻ എവിടെയായിരുന്നു? മരുഭൂമിയിലായിരുന്നു. യോഹന്നാന് വേണമെങ്കിൽ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് യേശുവിനെ പ്രസംഗിക്കാമായിരുന്നു. പക്ഷെ സ്നാപക യോഹന്നാൻ മരുഭൂമിയിലിരുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനീ മരുഭൂമിയിൽ പോയിരുന്നു? ഒറ്റയ്ക്ക്, ആരുമില്ല, ഒന്നും മിണ്ടി പറയാൻ ആരുമില്ല, ഒരു കൂട്ടായ്മയ്ക്ക് ആരുമില്ല. എന്തിനാ ഈ സ്നാപകയോഹന്നാൻ മരുഭൂമിയിൽ പോയിരുന്നത്, ഒറ്റയ്ക്കിരുന്നത്? ഇവിടെയാണ് ദൈവദാസന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത സമയത്ത് വരുന്ന സമയമാകുമ്പോൾ എനിക്കൊരു വലിയ ശുശ്രൂഷയുണ്ട്. എന്നെ നിയോഗിച്ച ശുശ്രൂഷയ്ക്ക് ഞാൻ പോകേണ്ട സമയമാകുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ എനിക്ക് അതിന് ആത്മശക്തി ആവശ്യമുണ്ട്. ആ ശക്തി വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തനിച്ചിരിക്കണം. എവിടെ ഇരിക്കണം? കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം, താനിരിക്കണം, വിധേയപ്പെട്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ സമയമാകുമ്പോൾ കർത്താവ് എന്നെ പറഞ്ഞു വിടും പ്രസംഗിക്കാൻ. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുക. അവിടെയാണ് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ആസാഫിന്റെ സങ്കീർത്തനം, 78-ാം സങ്കീർത്തനം. ആസാഫ് ഒരു വലിയ കാര്യം പറയാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആസാഫ് ഒരു ഗായകനായിരുന്നു. ആ ഗായകനായ ആസാഫിന്റെ മരണത്തിന് ശേഷം ആസാഫിന്റെ മക്കള് വന്നു. നിങ്ങൾ ആവർത്തന പുസ്തകമൊക്കെ വായിക്കണേ, അവിടെ ഈ ഭാഗങ്ങൾ പറയുന്നു. എടുത്ത് വായിപ്പിക്കാൻ ഇപ്പോൾ നമുക്ക് സമയമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ മക്കളാണ് ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. എത്ര വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ ആസാഫ് 78-ാം സങ്കീർത്തനത്തിൽ ഒരു വലിയ കാര്യം പറയുകയാണ്. അവിടെ ആ കാര്യം പറയുമ്പോൾ, എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം. ഇത് പറയുന്നത് പഴയ ആളുകളോടല്ല, പുതിയ തലമുറയോടാണ് ഈ ആസാഫ് പറയുന്നത്. പുതിയ തലമുറയോടാണ് പറയുന്നത്. ഇന്നത്തെ തലമുറയോടാണ് ദൈവത്തിന്റെ ആലോചന ദൈവം പറയുന്നത്. മരിച്ചുപോയ ഭക്തന്മാരോടല്ല പറയുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്നോടും നിങ്ങളോടുമാണ് ദൈവം തന്റെ വചനത്തിലൂടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവിന്റെ കാൽക്കലിരുന്ന്
കർത്താവിന്റെ ശബ്ദം ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ നമുക്ക് ദൈവികമായ വഴികൾ ദൈവം വെളിപ്പെടുത്തി തരും. എന്നെ കേൾക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ, യുവതിമാരുണ്ടെങ്കിൽ, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോടായിട്ടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് കർത്താവിന്റെ വചനത്തെ, ആ മാർത്തയും മറിയയും കർത്താവിന്റെ അടുക്കൽ വന്നിരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. മാർത്ത പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടു. അവൾ അടുക്കളയിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ബന്ധപ്പാട് നടത്തിയപ്പോൾ നോക്കുക, മറിയ കർത്താവിന്റെ കാൽക്കലിരുന്ന് നല്ല അംശം തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രി നമ്മൾ എവിടെ വന്നിരിക്കുന്നത്? ഈ തേജോമനായ കർത്താവിന്റെ കാൽക്കൽ വന്നിരിക്കുകയാണ്. ഇവിടെ ആസാഫ് പറയുന്നത് കേൾക്കാൻ പറയുന്നത് പോലെ തന്നെ ഇന്ന് രാത്രി കർത്താവ് നമ്മോട് പറയാണ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് രാത്രിയിൽ ദൈവദാസന്മാരിലൂടെ ദൈവം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും അത് കേൾക്കണം, ഞാനും കേൾക്കണമെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. നമ്മൾ അതിന് മുഖം തിരിച്ചു പോകരുത്, അതിനെ നമ്മൾ മറികടന്നു പോകരുത്, ദൈവത്തിന്റെ ആലോചനയെ വ്യർത്ഥമാക്കരുത്, ദൈവിക വെളിപ്പാടുകളെ, ദൈവിക ഉപദേശങ്ങളെ നാം വ്യർത്ഥമാക്കരുത്. പ്രിയ മകനെ, പ്രിയ സഹോദര സഹോദരി, നിങ്ങളും ഞാനും പോകുന്ന വഴികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരാനായിട്ട് ദൈവം നമ്മോട് പറയുമ്പോൾ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കർത്താവ് പറയുമ്പോൾ, പിന്മാറ്റത്തിൽ നിന്ന് ഒന്ന് മടങ്ങി വന്ന് സഭാരാധനയിൽ സജീവമായി പോകാൻ കർത്താവ് നമ്മളോട് പറയുമ്പോൾ, സുവിശേഷ വേലയ്ക്ക് വിളി ഉണ്ടായിട്ടും അതിന് പോകാൻ മടിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എന്റെ ശബ്ദം നീ കേൾക്കുക, എന്റെ പുറകെ എന്നെ അനുഗമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവവചനം വായിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ ഇരപിടിക്കുന്നുണ്ടോ? നമ്മൾ ഈ വചനമാകുന്ന മന്നയെ ഭക്ഷിക്കുന്നുണ്ടോ? അതില്ലെങ്കിൽ അതിൻ്റെതായ ആ വളർച്ചക്കേടുകൾ, തകരാറുകൾ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിശ്വാസത്തിലൊക്കെ വന്നിട്ട് കുറെ വർഷമായി എന്നൊക്കെ പറയാം, പക്ഷെ അതിൻ്റെതായ വളർച്ചയൊന്നും കാണത്തില്ല. ചില കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ, ജനിച്ചു പക്ഷെ ഇതുവരെ ഒന്നും കമിഴ്ന്ന് വീണിട്ടില്ല, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? അതിന്റെ വളർച്ചയ്ക്ക് തകരാറ് സംഭവിച്ചു. ആത്മീക ലോകത്തും ഇങ്ങനെയുണ്ട്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ശരിയാണ്, പക്ഷെ ഒരു വളർച്ചയില്ലാത്ത വിശ്വാസി, ഒരു വാക്യം പോലും മനഃപ്പാഠം അറിയാൻ പാടില്ലാത്ത വിശ്വാസി, ഒന്ന് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത വിശ്വാസി, ഒരു ചിന്ത പറയാൻ, ഒരു ആരാധനയ്ക്ക് ഒരു ചിന്ത പറയാൻ അറിയാത്ത വിശ്വാസി, ഒരാളോട് സുവിശേഷം പറയാൻ അറിയില്ലാത്ത ഒരു വിശ്വാസി, നല്ലൊരു ആത്മീയ ഗീതം പാടാൻ, ആ കൂടെ ഒന്ന് പാടാൻ പോലും മനസ്സില്ലാത്ത വിശ്വാസി, ആരാധനയ്ക്ക് പോകാൻ താല്പര്യമില്ലാത്ത വിശ്വാസി, ബൈബിൾ ക്ലാസ്സുകൾക്ക് താല്പര്യമില്ലാത്ത വിശ്വാസി. പേരെന്താണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ. ഞാൻ പറയട്ടെ, അവനൊരിക്കലും ഒരു വിശ്വാസിയുടെ ഗണത്തിൽ ദൈവം കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ശബ്ദത്തിനു വേണ്ടി കാതു കൊടുക്കുവാൻ, ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെയും ഒരു ശൈലിയായിരുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ഒരു ശൈലിയായിരുന്നു ഈ ആസാഫും ഉപയോഗിച്ചത്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഉപമകൾ പറഞ്ഞ് പ്രസ്താവിച്ചത് കർത്താവിന്റെ മെത്തേഡ്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ഒരു മെത്തേഡാണ് ഇവിടെ ആസാഫും ഉപയോഗിക്കുന്നത്. ഉപമകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താണ് ഈ ആസാഫ് പറയുന്ന കാര്യം? എന്താണ് ആസാഫ് പറയുന്ന കാര്യം? ആസാഫിന് ഈ ജനത്തോട് അല്ലെങ്കിൽ തലമുറയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ പറയാൻ ഇപ്പൊ നമുക്ക് സമയവും തീർന്നിരിക്കുകയാണ്. ഈ 78-ാം സങ്കീർത്തനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ വളരെ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം മാത്രം ഒന്ന് വാക്യങ്ങൾ കാണിച്ചു പോകാം, ബാക്കി നമുക്ക് പിന്നീട് ദൈവം അനുവദിച്ചാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. എന്താണ് ഒന്നാമത് പറയാനുള്ളത്? ഇസ്രായേൽ മക്കളുടെ പിന്മാറ്റത്തെ കുറിച്ചാണ് ഒന്നാമത് പറയാനുള്ളത്. അഥവാ പിതാക്കന്മാരുടെ പിന്മാറ്റ അവസ്ഥയെ കുറിച്ചാണ് ആസാഫിന് പറയാനായിട്ടുള്ളത്. നോക്കിക്കേ, ചില വാക്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാമേ. നിങ്ങൾ ആ 17-ാമത്തെ വാക്യം നോക്കിക്കേ, 78-ാം സങ്കീർത്തനത്തിന്റെ
16-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 16 മുതൽ 15 മുതൽ വായിക്കേണ്ടതാണ്. 15, 16, 17 വായിക്കേണ്ടതാണ്. 15-ാമത്തെ വാക്യം. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ ഒഴുക്കുമാറാക്കി. ഇനി 17-ാമത്തെ വാക്യം. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു. ഒന്നാമത്തെ കാര്യം. രണ്ട്, അതിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 36-ാമത്തെ വാക്യം. എങ്കിലും അവർ വായ് കൊണ്ട് അവനോട് കപടം സംസാരിച്ചു. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേട്ടോ, ഒത്തിരി പറയാനുണ്ട്. നല്ലൊരു ക്ലാസ് ആണിത്. എങ്കിലും അവർ വായ് കൊണ്ട് അവനോട് കപടം സംസാരിച്ചു. 38-ാമത്തെ വാക്യം. എങ്കിലും അവർ കരുണയുള്ളവനാകുകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. എന്ന് പറഞ്ഞാൽ അവർ അകൃത്യം ചെയ്തു. കപടം സംസാരിച്ചു, അകൃത്യം ചെയ്തു, അല്ലെ? 17-ാം വാക്യത്തിൽ അവർ മത്സരിച്ചു. 36-ാം വാക്യത്തിൽ അവർ കപടം സംസാരിച്ചു. 38-ാം വാക്യത്തിൽ അവർ അകൃത്യം ചെയ്തു. ഇനി വീണ്ടും 40-ാമത്തെ വാക്യത്തിൽ അവനോട് അവർ മത്സരിച്ചു. 40-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു അവനെ അവർ ദുഃഖിപ്പിച്ചു. 41-ാമത്തെ വാക്യത്തിൽ അവനെ പരീക്ഷിച്ചു. നോക്കുക, എത്ര കാര്യങ്ങൾ അവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. നോക്കുക, വീണ്ടും 56-ാം വാക്യത്തിൽ എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു. നിങ്ങൾ പിന്നീട് ഒന്ന് വായിച്ചു നോക്കണേ. ഇവിടെ എല്ലാം ആ വാക്ക് ഫ്രേസ് വരുന്നുണ്ട്. എങ്കിലും. ആ എങ്കിലും എന്ന് പറയുന്നതിന് മുൻപ് ദൈവം എത്ര നല്ലവനായിരുന്നു എന്നാ പറഞ്ഞു വരുന്നത്. ദൈവം അവർക്ക് വെള്ളം കൊടുത്തു, ദൈവം അവർക്ക് മന്ന കൊടുത്തു, ദൈവം അവർക്ക് പ്രകാശം കൊടുത്തു, ദൈവം അവർക്ക് തണല് കൊടുത്തു, ദൈവം അവർക്ക് ശത്രുക്കളെ തോൽപ്പിച്ചു കൊടുത്തു, ദൈവം അവർക്ക് കാവലായി നിന്നു, ദൈവം അവരെ സൂക്ഷിച്ചു. എന്നിട്ട് പറയുകയാണ് എങ്കിലും അവർ ദൈവത്തെ പരീക്ഷിച്ചു, കപടം സംസാരിച്ചു, അകൃത്യം ചെയ്തു, ദുഃഖിപ്പിച്ചു, പരീക്ഷിച്ചു. ദൈവമക്കളെ, നമ്മൾ ഇവരെക്കാൾ മെച്ചമാണോ? മക്കളെക്കാൾ നമ്മൾ മെച്ചമാണോ? നമ്മൾ നമ്മുടെ കർത്താവിന്റെ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ടവരാണ്, തിരിച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇന്ന് രാത്രി ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു സമയമായിട്ട് ഞാൻ ഇതിനെ 2-3 മിനിറ്റ് ഒന്ന് മാറ്റുകയാണ്. എനിക്കും നിങ്ങൾക്കും നമ്മൾ നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ തിരുവെഴുത്ത് വായിക്കുന്നുണ്ടോ? നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. നമ്മൾ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ കർത്താവിനോട് അകൃത്യം ചെയ്തിട്ടുണ്ടോ? ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? വേദനിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളും ഇസ്രായേൽ മക്കളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? എവിടെയെങ്കിലും സ്വമേധാ പാപങ്ങൾ. ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ താൻ 51 സംഘത്തെ ഈസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ. നമുക്കും ഇന്ന് രാത്രി കർത്താവോട് പറയാം, കർത്താവേ, എപ്പോഴെങ്കിലും ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നോട് അകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണം. അവൻ കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാമനസ്സലിവുള്ള ദൈവമാണ്. നാം ഇന്നും മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയയാണ്, അവന്റെ വാത്സല്യമാണ്. നമ്മൾ മടങ്ങി വരാൻ കാത്തിരിക്കുകയാണ്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും ഒക്കെ മീൻ പിടിക്കാൻ പോയി. കർത്താവിന്റെ ശിഷ്യന്മാര്, പത്രോസിന്റെ കൂടെ കുറെ പേര് തടാകത്തിൽ മീൻ പിടിക്കാൻ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് സ്വീകരിക്കാൻ ഇവരാരുമില്ല. അവര് കർത്താവിന്റെ കൂടെ നടന്നു, അപ്പം തിന്നു, കർത്താവിന്റെ അത്ഭുതങ്ങൾ കണ്ടു. കർത്താവിന്റെ കയ്യിൽ നിന്ന് കരം പത്രോസ് അടച്ചിട്ടുണ്ട്. എത്ര ഉപകാരങ്ങൾ, നന്മകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവിന്റെ കൂടെ ഇവരാരും ഉണ്ടായില്ല. കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? എന്നാൽ ഒരിടത്ത് ഇരിക്കാം, കർത്താവ് ഒരുപാട് കാണാമെന്ന് പോലും വിചാരിക്കാതെ അവരെന്ത് ചെയ്തു? അവരവിടെ നിന്ന് പോയി മീൻ പിടിക്കാൻ പോയി.
അവിടെ ആ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുന്ന നമ്മുടെ കർത്താവ് വെളുപ്പിനെ രാവിലെ കർത്താവ് അവരെ വിളിച്ച ഒരു ഒരു സംബോധനയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ. കൈപ്പാസ നമ്മളൊക്കെ ആയിരുന്നെങ്കിലോ, എടാ നന്ദിയില്ലാത്തവന്മാരെ, കുറെ നാളും ഞാനൊക്കെ നിന്റെ കൂടെ നടന്നിട്ട് എന്റെ കൂടെ നടന്ന് ഞാൻ ഒരുപാട് സഹായം നിനക്കൊക്കെ ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോ ഒളിച്ചവന്മാര്, നന്ദിയില്ലാത്തവന്മാര് എന്നൊക്കെ രണ്ടെണ്ണം പറഞ്ഞു. പക്ഷെ കർത്താവ് വിളിച്ചത് എന്താണ്? കുഞ്ഞുങ്ങളെ. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഇന്ന് രാത്രി ലംഘനങ്ങളെ മൂടി വയ്ക്കുക എന്നുള്ളതല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ കൊടുക്കുന്ന ദൈവമാണ്. ആ കർത്താവ് നമ്മളെ വിളിക്കുന്ന എന്താണ്? മകനെ, മകളെ. നിങ്ങളുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സ്ക്രീനിൽ എനിക്ക് കാണാം. ആ പേര്